മലപ്പുറം എടയൂരിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച നീന്തൽക്കുളം മാലിന്യ കൂമ്പാരമാകുന്നു. കുളത്തിൽ അടിഞ്ഞുകൂടിയ മണ്ണും പായലും നീക്കം ചെയ്യാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. 100 ഏക്കറിലധികം വരുന്ന കൃഷിക്ക് ജലസേചനത്തിനായുള്ള ഏക സ്രോതസ് കൂടിയാണ് ഈ എടയൂർ കുളം. ജില്ലാതല നീന്തൽ മത്സരങ്ങൾ നടന്നിരുന്ന കുളം, നൂറുകണക്കിന് ആളുകൾ ആശ്രയിച്ചിരുന്ന ഇടം, വൈകുന്നേരങ്ങളിൽ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് ഇരുന്നിരുന്ന ഇടം, ഇങ്ങനെയൊക്കെ ആയിരുന്നു 2 വർഷം മുന്നേ വരെ ഈ കുളം. പക്ഷേ ഇപ്പോൾ ആർക്കും വേണ്ടാതെയായി. ഒരേക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുളം മുഴുവനായും പായലാണ്. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മലിനവസ്തുക്കളും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ജലത്തിന്റെ അടിഭാഗം എന്തെന്നറിയാൻ ഇറങ്ങി നോക്കാൻ പോലും ആരും മടിക്കും. വെള്ളം ശരീരത്തിലാകുമെന്ന് ആധിയുണ്ട് ആളുകൾക്ക്. ദിനം പ്രതി 300ഓളം ആളുകൾ വസ്ത്രമലക്കാനും കുളിക്കാനും ആശ്രയിച്ചിരുന്ന കുളമാണിത്. വിവിധ നീന്തൽ മത്സരത്തിനും വേദിയായി. വൈകുന്നേരങ്ങളിൽ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നായി ധാരാളം ആളുകൾ സമയം ചിലവഴിക്കാനായി ഇവിടെ എത്താറുണ്ട്. ഇപ്പോൾ ആരും വരാറില്ല. ഇത് മുതലെടുക്കുകയാണ് സാമൂഹ്യ വിരുദ്ധർ. ഇതോടെ കുളത്തിൽ മദ്യക്കുപ്പികളും നിറഞ്ഞു. കുളം എന്ന് പറയുന്ന എടയൂരിൻ്റെ അഭിമാനമായി മാറിയിരുന്നു 2 വർഷം മുമ്പ് വരെ. ഇത് എടയൂരിൻ്റെ അഭിമാനം മാത്രമല്ല, ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. 1 ഏക്കറോളം വരുന്ന കുളമാണ്. 1 ഏക്കറുണ്ട്. ജലസ്രോതസ് എന്ന് പറയുന്നത് ഇന്ന് പ്രാധാന്യം കൊടുക്കുകയും അതൊരു ജലസംരക്ഷണ പ്രവർത്തനം എന്നുള്ള ഈ സർക്കാരിന്റെ നയം കൂടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സർക്കാരിൽ ഇടപെട്ടിട്ടുള്ളത്. സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. 2.25 കോടി രൂപ അനുവദിക്കുമെന്നാണ് നമുക്ക് നൽകിയുള്ള കത്ത്. 14 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുളം നവീകരിച്ചത്. കൈവരികൾ, ഓപ്പൺ ജിംനേഷ്യം, സ്റ്റേജ്, ഇരിപ്പിടങ്ങൾ എന്നിവ ഒരുക്കി. എന്നാൽ ഒട്ടും തന്നെ പരിചരണമില്ലാതായതോടെ കുളം ഈ അവസ്ഥയിലായി. കുളത്തിന്റെ ഒരു വശം ഇടിഞ്ഞതും കൈവരി തുരുമ്പെടുത്തതും മലീമസമായ ജലം ശുദ്ധീകരിക്കലുമാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. കുളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് നീക്കുകയും വേണം. നവീകരണം കഴിഞ്ഞതിൽ പിന്നെ എല്ലാം കഴിഞ്ഞെന്ന മട്ടാണ് അധികാരികൾക്ക്. അന്നു കണ്ട തെളിനീരിനിപ്പോൾ മലിനജലത്തിന്റെ മഞ്ഞ നിറമാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ വേറെയും. ഇപ്പോഴെങ്കിലും നവീകരണം നടന്നിട്ടില്ലെങ്കിൽ പിന്നീട് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. നവീകരണം കഴിഞ്ഞ് ബില്ല് മാറുന്നതോടെ എല്ലാ ബാധ്യതയും അവസാനിച്ചു എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും കരാറുകാരുടെയും നിലപാട്. ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഇതിലിപ്പോ കുളിക്കാൻ പറ്റില്ല. ഇതിന്റെ കോലൊക്കെ കണ്ടതല്ലേ. എന്റെ അവസ്ഥ ഇപ്പൊ ഒരു കൊല്ലം ഇതൊന്ന് ക്ലീൻ ആക്കിയതാണ്. ഇപ്പൊ വസ്തുത ക്ലീൻ ആക്കലിനെ നല്ലപോലെ ക്ലീൻ ആക്കാത്തതുകൊണ്ടാണ് ഒരു ഫുള്ളായിട്ട് വെള്ളം എടുത്തില്ല. ഇവിടെ എടുത്തപ്പോ തന്നെ മുട്ടിന്റെ മേലെ വെള്ളം ഉണ്ടായിരുന്നു ആദ്യത്തില്ല. അതിന്റെ കാരണം തോന്നുന്നു. പിന്നെ ഇതിന്ന് പോവാൻ വലിയ പ്രയാസം. സ്ത്രീകളായാലും തീരുമാനം കുളിക്കാനൊക്കെ ഇങ്ങോട്ട് തന്നെ വരില്ലേ. പിന്നെ കളിയും ചെക്കന്മാരൊക്കെ ഒന്ന് കുളിച്ചിട്ട് ഞങ്ങൾ തന്നെ ഇടയ്ക്ക് വരലുണ്ട്. ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഗൾഫിൽ നിന്നൊരു ഫാമിലി ആയിട്ട് വന്ന് കുളിച്ച് പോകാറുണ്ട്. നിങ്ങൾ ചണ്ടി കാരണം പിന്നെ ആരും ഇറങ്ങാതായി. ഒന്നുമായിട്ട് ക്ലീൻ ആക്കിയതാണ്. പിന്നെ അതിന്റെ ശേഷം പിന്നെ പൊന്തി ചണ്ടി പൊന്തി പിന്നെ അങ്ങനെ ആരും നോക്കാതായിട്ട് അങ്ങനെ കിട്ടുന്ന തുടങ്ങി. ഇവിടെ ഉള്ള വീടിന്റെ അടുത്തുള്ളവരൊക്കെ ഇവിടെ തന്നെ കുളിക്കല്. ഇപ്പൊ ഇതിങ്ങനെ ആയ കാരണം ഇപ്പൊ ആരും അങ്ങനെ കുളിക്കാറൊന്നുമില്ല. ഈ കോട്ടേജിലുള്ള 2-3 ആൾക്കാരെ ഇപ്പൊ ഗ്യാപ്പുള്ളടത്ത് മാത്രമേ കുളിക്കാറുള്ളൂ. ബാക്കിയുള്ളവർ അങ്ങനെ കുളിക്കാറില്ല. അപ്പൊ ഇവിടെ ഇതിന്ന് കുളിച്ചവർക്ക് എന്താ ചൊറിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അറിയില്ല നല്ല പോലെ അതിനെ പറ്റി.